ഞാൻ കിടന്ന് ഉറങ്ങിയ സമയം ഞാൻ അടന്നുകൊണ്ട് വീട് ഞാൻ പടച്ചടിച്ച് മാറിയിച്ച് ഓടിയിച്ച് വന്ന് എന്റെ കുഞ്ഞ് അടന്നുകൊണ്ട് വീട് നെഞ്ചി കൂടെ തന്നെ ഉണ്ട് വീട് വീസ്. ഞാൻ അങ്ങനെ ഓടിയിച്ച് വെളിയിൽ ഇറങ്ങി ഈ മഴയത്ത് ഞാൻ ഇവിടെ ഇറങ്ങി കിടന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിൽ അമ്മ മുറിയിൽ ഇതുവരെ ഞാൻ കിടന്നിട്ടില്ല. അവളെ ഏത് സമയത്ത് എനിക്ക് പറയാനുള്ള എനിക്ക് കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല. വീട് മൊത്തം ഇടിഞ്ഞു വീടോടെ ഇരിക്കുന്നു. എനിക്ക് കിടക്കാൻ നിവൃത്തിയില്ല. എനിക്ക് എങ്ങനെ ഇതൊന്ന് ശരിയാക്കി തന്നാ മതി. ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്, സംസാരിച്ചിട്ട് അവരൊന്നും അംഗീകരിച്ചിട്ടില്ല. ഞാൻ പേപ്പറൊക്കെ കൊണ്ട് കൊടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊടുത്തു. ആരെങ്കിലും ഈ വീട് വന്ന് കണ്ടിട്ടുണ്ടോ? മെമ്പർ വന്ന് കണ്ടിട്ട് പോയി. പിന്നെ അവര് വന്നിട്ടൊന്നുമില്ല. മെമ്പർ വന്നിട്ട് പിന്നെ മറ്റു പ്രതികരണങ്ങളൊന്നും ഒന്നുമില്ല. പറഞ്ഞ് നോക്കട്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയാണ്, നോക്കട്ടെന്ന് പറഞ്ഞു. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയാണല്ലോ പൂർണ്ണമായിട്ടും തന്നെ. വന്ന് കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായി? കണ്ട് ഒരു വർഷമാവും. പറഞ്ഞിട്ട് ഇതുവരെയ്ക്ക് അവർ അന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ട് കൊടുത്ത് മഴയുടെ അവസ്ഥയാണ്. ഞാൻ മഴയത്ത് അവരെ വീട്ടിൽ ഓടിപ്പോയി പറഞ്ഞ് എന്റെ വീടിന്റെ അവസ്ഥയൊക്കെ ഞാൻ ചെന്ന് പറഞ്ഞിട്ടൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല. ഒരു സഹായങ്ങളും ഒന്നും ഇപ്പം വരെയും ചെയ്തിട്ടില്ല. അവർ ഇലക്ഷൻ സമയം ആകുമ്പോഴത്തേക്ക് ഇവരും വോട്ട് കൊടുക്കും മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ സമയം ആകുമ്പോ മരമ മാത്രമേ വോട്ട് ചോദിച്ച് ഇവിടെ വരും. വർഷങ്ങളായി ഇത് ഇങ്ങനെ ആയിട്ട്. ഇത് വർഷങ്ങളായി. അമ്മ പഞ്ചായത്തിൽ പോയി ഇത് പറഞ്ഞിട്ട് എത്ര ആവും? ഞാൻ ഫോട്ടോ മേലെ എടുത്തുകൊണ്ട് കൊടുത്ത് അതുപോലും അവർ അംഗീകരിച്ച് ഇവിടെ വന്ന് നോക്കി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും വരെ ഈ ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ അവരാരും സന്ദർശിച്ചിട്ടില്ല. വന്നിട്ടില്ല. ഇതിപ്പോ അമ്മ എങ്ങനെ പേടിച്ച് ഈ വീടിനകത്ത്? ഞാൻ പേടിച്ച് തന്നെ കിടക്കുന്നത്. കോൺക്രീറ്റ് പീസുകൾ വന്ന് വീഴുന്നുണ്ട്. വീഴുന്നു. പൂർണ്ണമായിട്ട്